മൂവാറ്റുപുഴ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ശാന്തികൃഷ്ണയെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തു. അവര് പെറ്റിക്കേസിലെ അടച്ച തുകയിലെ 21 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റി എന്നാണ് നേരത്തെ മുതൽ വാർത്ത വന്നിരുന്നത്. അവര് ഒളിവിൽ പോയിരുന്നു. അവരെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ മൂവാറ്റുപുഴ ട്രാഫിക് കേസുകളിലെ പെറ്റി അടയ്ക്കുന്ന തുക അവരാണ് ബാങ്കിൽ അടയ്ക്കുന്നത്. ആ തുകയിലെ രസീതുകൾ ചില തിരുത്തൽ നടത്തി. അതിൽ 1000 രൂപ പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ അടയ്ക്കുള്ളൂ, അടയ്ക്കാതിരിക്കുന്നില്ല. പെറ്റി തുകയിലെ ചെറിയ എമൗണ്ട് അടച്ചിട്ട് വൻ തുക അവരടിച്ചു മാറ്റും. പോലീസോ ആരെങ്കിലും നോക്കിയാൽ തന്നെ, ചെക്ക് ചെയ്താൽ തന്നെ എല്ലാ പെറ്റി കേസിലും പിഴ അടച്ചതായിട്ട് കാണുകയും ചെയ്യും. അങ്ങനെ 2018 ജനുവരി മുതൽ 2022 മാർച്ച് 31 വരെ കാലഘട്ടത്തിൽ പിഴ അടയ്ക്കാൻ ഏൽപ്പിച്ച തുകയിൽ ഏകദേശം 21 ലക്ഷത്തോളം രൂപ ഇവർ അടിച്ചു മാറ്റി. ഇതിനെ സംബന്ധിക്കുന്ന കണ്ടെത്തിയതോടുകൂടി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം നോട്ടീസ് കൊടുത്ത് ഇവർ ഹാജരാകാൻ ഇവർ ഒളിവിൽ പോയി. കേസ് എടുത്തു എന്ന് അറിഞ്ഞപ്പം തന്നെ അവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒളിവിൽ പോയി. അതിനുശേഷം അവർ മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയിൽ അവർ നീങ്ങി. അവിടെ കൊടുത്തില്ല. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് നീങ്ങി. ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു. പിന്നെ അവർക്ക് നിവൃത്തിയില്ല. അവര് കിടങ്ങൂരിലെ ബന്ധുവീട്ടിലായിരുന്നു ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇതുവരെ അവർ കണ്ടെത്തിയത് 20.8 ലക്ഷം രൂപകൾ അടിച്ചു മാറ്റിയിരിക്കും. ഇവർ ധാരാളം ചിട്ടിക്ക് ചേർന്നിരിക്കുന്നു. മാസം 1.25 ലക്ഷത്തോളം ചിട്ടിക്ക് അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ബാങ്കുകളിൽ ഒക്കെ ഇവർ ചെറിയ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ചിട്ടി കമ്പനിയിൽ അടച്ച കൂടാതെ ചില ബാങ്ക് ലോണ് എടുത്തിട്ട് അതിൻ്റെ പണം അടച്ചുകൊണ്ടിരുന്നു. എങ്ങനെയായാലും ഇവർക്ക് 40-45 രൂപ ശമ്പളമുണ്ട്. 1.25 ലക്ഷം രൂപയോളം ചിട്ടിക്ക് വിവിധ ബാങ്കുകളിലുമായിട്ട് അവർ മാസം തോറും അടയ്ക്കുന്നു. അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് അവർ മിസ്അപ്രോപ്രിയേഷൻ നടത്തിയെന്ന്. തുക സർക്കാരിനെ ട്രഷറിയിൽ അടയ്ക്കേണ്ട തുകയിലെ എമൗണ്ട് കുറച്ചിട്ട് സർക്കാരിനെ പറ്റിച്ചു, ചീറ്റിങ് നടത്തി. അതോടൊപ്പം തന്നെ പണം അടിച്ച് മിസ്അപ്രോപ്രിയേഷൻ നടത്തി. 2 കുറ്റമുണ്ട്. പിന്നെ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോട്ടയം വിജിലൻസ് ജഡ്ജിയുടെ മുമ്പിലാണ്. അവിടെ ഹാജരാക്കി അവിടെ റിമാൻഡ് ചെയ്തു. കാരണം മൂവാറ്റുപുഴയിലെ വിജിലൻസ് ജഡ്ജി ഉണ്ട്, അവിടെയാണ് ഹാജരാക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അവിടെ ഇപ്പോൾ ആള് പോസ്റ്റിങ്ങിലില്ല. അഡീഷണൽ ചാർജ് കോട്ടയം വിജിലൻസ് SP-ക്കാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഇവരെ കോട്ടയം വിജിലൻസ് SP മുമ്പാകെ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. അവരെ ബുധനാഴ്ച ഇന്ന് മുതൽ കസ്റ്റഡി ചോദിക്കാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. എന്നാലും അവരെ ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കേസിൻ്റെ അന്വേഷണ മധ്യത്തിൽ അവര് പെട്ടെന്ന് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ മാറി. അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ ബാങ്കിൽ അടയ്ക്കേണ്ട തുകയിൽ ആ പെറ്റി കേസ് നമ്പറിൻ്റെ അവിടെ ഫൈൻ അടയ്ക്കുന്ന തുക അവർ കാണിക്കും. പക്ഷേ എമൗണ്ടിൽ തിരുത്തലുണ്ട്. ചിലത് അവർ അവിടുന്ന് ചില വൈപ്പർ ഉപയോഗിച്ചിട്ട് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ചിലതിൽ അഡീഷൻ ചേർത്തിട്ടുണ്ട്. എങ്കിലും പൊതുവെ എല്ലാ രസീതിലും തിരുത്തലുകൾ വന്നു പല രീതിയിൽ. അങ്ങനെയാണ് മാസം തോറും എന്തായാലും അവർക്ക് 1.5 ലക്ഷം രൂപ അടിച്ചു മാറ്റാതിരിക്കാൻ ഒക്കില്ല. കാരണം അത്രയും ചിട്ടിക്ക് അടവ് ഉണ്ട്, ലോണിന് അടവുണ്ട്. ഇനി അവർ കൂടുതൽ പണം സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പോലീസ് ഡിവൈഎസ്പി പരിശോധിക്കുകയാണ്. അവർ കേരള രജിസ്ട്രേഷൻ ഐജിക്ക് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. എവിടെയെങ്കിലും ഇവർ ഈ അടിച്ചു മാറ്റിയ തുക ഉപയോഗിച്ച് ലാൻഡ് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇവർ തുക മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു എന്ന് കണ്ടെത്തേണ്ടി വരും. എന്തായാലും ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് പോലീസ് കോൺസ്റ്റബിളാണ്, സിവിൽ പോലീസ് ഓഫീസറാണ്. ഇങ്ങനെയുള്ളവർ ആ സ്ഥാനത്തിരുന്ന് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസിന് ക്ഷീണം തന്നെ.
അത് തന്നെ ഇതിനകത്ത് ഇനി അവർക്ക് ഊരാൻ കഴിയില്ല. ഇപ്പം കേസെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിജിലൻസ് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇതിനകത്ത് അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം അത് BNS പ്രകാരം കുറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും അവര് ഇത് കൈക്കൂലിയുടെ ഭാഗം പറയാൻ ഒക്കില്ല, ഗ്രാറ്റിഫിക്കേഷൻ ഒന്നുമില്ല. വിജിലൻസ് പ്രിവെൻഷൻ ഓഫ് PC ആക്ടിന്റെ പരിധിയിൽ ഒന്നും ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയപ്പോഴാണ് ആ സംശയം തോന്നിയത്. എന്തായാലും അത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ അതിന് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇത് കൈക്കൂലി വാങ്ങിച്ചതുമായിട്ടല്ല, ഫൈൻ അടച്ച തുക വെട്ടിച്ചു മാറ്റിപ്പം അത് മിസ്അപ്രോപ്രിയേഷനായി, അത് റെക്കോർഡ് തിരുത്തി, അങ്ങനെയുള്ള വകുപ്പുകളാണ് വരുന്നത്. ഇത് വിജിലൻസ് ആംഗിൾ കൂടെ വരുന്നോ ഇല്ലയോ എന്ന് സംശയമാണ്. അതേസമയത്ത് സെക്ഷൻ 7 പ്രകാരം വിജിലൻസിലെ ഇങ്ങനെ വാങ്ങുന്ന പൈസ സർക്കാർ ഉദ്യോഗസ്ഥ അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വരുമ്പോൾ ഒരു വിജിലൻസ് ടച്ച് ഉള്ളത് തോന്നുമായിരിക്കാം. പക്ഷെ അത് ഒരു വിജിലൻസ് ആംഗിൾ വരുമെന്ന് എനിക്ക് സംശയം തന്നെയാണ്. ഏതായാലും മൂവാറ്റുപുഴ DYSPയും അവര് സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അത് ചർച്ച ചെയ്ത് മാറ്റണം എന്ന് കരുതുന്നു. കാരണം അവര് ലോവർ കോടതിയിൽ പോയിട്ട് ജാമ്യം ലഭിച്ചില്ല, ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം ലഭിച്ചില്ല. ഈ ഒരു ആസ്പെക്ട് അവരുടെ വക്കീല് പറഞ്ഞതായിട്ടും കണ്ടിട്ടുമില്ല. എന്തായാലും പൊതുവെ സർക്കാരിലെ ഇതുപോലെയുള്ള ചില മിസ്അപ്രോപ്രിയേഷൻ, ഇതുപോലെ സർക്കാരിന് അടയ്ക്കേണ്ട തുക അടിച്ചു മാറ്റിയ പല സംഭവങ്ങളും പല സ്ഥലത്തും ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. അത് സർവ്വവ്യാപകമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഇത്. കേരളത്തിൽ മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ സർക്കാർ അവിടുന്ന് പല പ്രോജക്റ്റിനും കൊടുക്കുന്ന പണത്തിന്റെ വിഹിതങ്ങൾ കൈപ്പറ്റുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വളരെ ചുരുക്കമായിട്ടേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും ഇത് ഒരു ടിപ്പിക്കൽ കേസാണ് പോലീസിലെ. കാരണം എൻ്റെയൊക്കെ സർവീസ് കാലഘട്ടത്തിൽ ഇതുപോലെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സർവ്വസാധാരണമാണ്. കാരണം പെറ്റി കേസിനകത്ത് അടച്ച തുക, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്ന തുക കോടതി കൊടുക്കാതെ അത് കോടതി കൊടുത്തു എന്ന് പറഞ്ഞ് രസീത് വാങ്ങിച്ച ഞാൻ തിരുവനന്തപുരം സിറ്റിയിലുള്ള സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരേ SP-മാരും കൺസേൺഡ് SP-മാര് ഇത് തീർച്ചയായിട്ടും ക്രോസ് ചെക്ക് ചെയ്യണം. പല സ്ഥലങ്ങളിലും കേരളത്തിലെ 14 ജില്ലകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.